ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നേ ദിവസം യേശുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് അനേകം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ ഹെരോദാവിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് നാം ആഗ്രഹിക്കുന്നത്. BC 66 ഏദോമ്യ വംശത്തിലാണ് ഹെരോദാവ് ജനിച്ചത്. ഹെരോദ അന്തിപ്പാസ് ആയിരുന്നു ഹെരോദാവിൻ്റെ പിതാവ്. അസ്മോണിയൻ കുടുംബത്തിലെ ജോൺ ഹിർക്കാനസിൻ്റെ മകൾ മറിയമിനെ ഹെരോദാവ് വിവാഹം ചെയ്തതുകൊണ്ട് പകുതി യഹൂദൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടത്. ക്രൂരതകൾ ചെയ്യുവാൻ യാതൊരു മടിയും ഇയാൾക്കുണ്ടായിരുന്നില്ല. BC 49 ജൂലിയസ് സീസർ പോംപിയെ തോൽപ്പിച്ച് റോമിൻ്റെ പരമാധികാരി ആയപ്പോൾ പാലസ്തീനായിൽ യഹൂദരുടെ പ്രധാന പുരോഹിതനും നേതാവുമായ ഹിർക്കാനസുമായി സഹകരിച്ചു. ഹിർക്കാനസിൻ്റെ അനുചരരിൽ പ്രധാനിയായ അന്തിപ്പാസിനെ യഹൂദായിൽ നിയമിച്ചു. എന്നാൽ BC 40 പാർത്തിയക്കാരുമായി യുദ്ധമുണ്ടായപ്പോൾ ഹിർക്കാനസിനെ അവർ തടവിലാക്കി. അന്തിപ്പാസിൻ്റെ മകൻ ഹെരോദേസ് ഹിർക്കാനസിനെ തടവിൽ നിന്ന് രക്ഷിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നെങ്കിലും പൗരോഹിത്യ സ്ഥാനം നൽകിയില്ല. BC 31 അന്തിപ്പാസ് മരിച്ച് ഹെറോദേസ് രാജാവായപ്പോൾ ആദ്യം അയാൾ ചെയ്തത് ഹിർക്കാനസിനെ വധിക്കുക എന്നതായിരുന്നു. 10 സ്ത്രീകളെ ഇയാൾ വിവാഹം കഴിക്കുകയോ വെപ്പാട്ടികളായി വയ്ക്കുകയോ ചെയ്തു. അവരിൽ മക്കളുണ്ടാവുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീകളെയും അവരിൽ തനിക്കുണ്ടായ മക്കളെയുമെല്ലാം വളരെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ഇയാൾ കൊന്നുകളഞ്ഞു. പന്നിയെ കൊല്ലുന്നത് പോലെയാണ് ഹെറോദേസ് സ്വന്തം മക്കളെ കൊല്ലുന്നതെന്ന് അഗസ്റ്റസ് സീസർ ഒരിക്കൽ ഹെരോദാവിനെ പരിഹസിച്ചിട്ടുണ്ട്. യെരുശലേം ദേവാലയം അതിമനോഹരമായി ഇയാൾ പുനർനിർമ്മിച്ചു. എന്നാൽ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ സ്വർണത്തിൽ തീർത്ത കഴുകൻ്റെ വിഗ്രഹം സ്ഥാപിച്ചു. അത് ഇസ്രയേലിന്മേൽ റോമിൻ്റെ അധികാര ചിഹ്നം ആയിരുന്നു. അത് മുഖാന്തരം യഹൂദർക്കുണ്ടായ അതൃപ്തിക്ക് അതിരില്ലായിരുന്നു. യഹൂദ മതത്തിലെ പ്രധാന റബ്ബിമാരായ മത്തിയാസ്, യൂദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ യഹൂദന്മാർ ഈ കഴുക വിഗ്രഹം അവിടെ നിന്ന് മാറ്റി. എന്നാൽ ഈ റബ്ബിമാരെയും അവരോട് സഹകരിച്ച അവരുടെ ശിഷ്യന്മാരെയും ഇയാൾ ജീവനോടെ ദഹിപ്പിച്ചു. BC 8 യഹൂദ സന്യാസികളായിരുന്ന യെസീനുകൾ താമസിച്ച കുമ്രാനിലെ ഒരു ആശ്രമം ഇയാൾ അഗ്നിക്ക് ഇരയാക്കി. ഹെറോദേസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അയാൾക്ക് ചിത്രഭ്രമവും കൂടാതെ ത്വക്ക് ക്യാൻസറും പിടിപെട്ടു. ഈ അവസരം മുതലാക്കി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച തൻ്റെ 2 മക്കൾ അലക്സാണ്ടറിനെയും അരിസ്റ്റോസൂളസിനെയും കൊന്നുകളഞ്ഞു. അവരുടെ അമ്മ ശലോമിയെ നേരത്തെ വധിച്ചിരുന്നു. മറ്റൊരു ഭാര്യ ഡോറിസിൻ്റെ മകൻ അന്തിപ്പാസ് അധികാരം നേടാൻ ശ്രമിച്ചെങ്കിലും അയാളെയും ഹെരോദാവ് കൊന്നു. സ്വന്തം ഭാര്യ മറിയം, ഭാര്യയുടെ സഹോദരൻ, വലിയപ്പൻ,
മക്കൾ, ഇവരെയെല്ലാം അധികാരം നിലനിർത്താൻ വേണ്ടി ഇയാൾ കൊന്നു. ഒടുവിൽ ചെയ്ത കൊടും ക്രൂരതയാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 2:16 രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിൻ്റെ ജനനത്തോട് അനുബന്ധിച്ച് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഇത്രയധികം ക്രൂരതകൾ ചെയ്തിട്ടും ഇയാൾക്ക് യാതൊരു അനുതാപമോ സങ്കടമോ ഉണ്ടായില്ല. ശിശുവധത്തിന് ശേഷം ഇയാൾ അധികനാൾ ജീവിച്ചില്ല. അർഹിക്കുന്ന ശിക്ഷ ദൈവം ഇയാൾക്ക് നൽകി. ശരീരം മുഴുവൻ വ്രണമായി, ചൊറിച്ചിലും ദുർഗന്ധവും ഉണ്ടായി, പുഴുവരിച്ചും തുടങ്ങി. കൂടാതെ വയറുവേദന, ശ്വാസം മുട്ടൽ തുടങ്ങിയ അസുഖങ്ങളുമുണ്ടായി. തൻ്റെ മരണദിവസം എല്ലാ ഭവനങ്ങളിലും കരച്ചിലുണ്ടാകാൻ വേണ്ടി യെരിഹോവിലുള്ള ഹിപ്പോഡ്രാം എന്ന സ്ഥലത്ത് സമൂഹത്തിൽ നല്ലവരും പ്രസിദ്ധരുമായ ആളുകൾ വിളിച്ചുകൂട്ടി അവരെ ബന്ധനസ്ഥരാക്കി താൻ മരിക്കുന്ന ദിവസം ഇവരെ എല്ലാവരെയും കൊല്ലണമെന്ന് കൽപ്പന കൊടുത്തു. എന്നാൽ 70-ാം വയസ്സിൽ ഇയാൾ മരിച്ചപ്പോൾ സഹോദരി ശലോമിയും ഭർത്താവ് അലക്സിയും ചേർന്ന് ബന്ധനസ്ഥരായ ഈ നിരപരാധികളെ മുഴുവനും സ്വതന്ത്രരാക്കി. അങ്ങനെ ഹെരോദാവിൻ്റെ മരണദിവസം ആരും വിലപിച്ചില്ല. അതിക്രൂരനായിരുന്നെങ്കിലും അനേകം നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഇയാൾ ചെയ്തു. ജെറുസലേമിൽ പുതിയ വ്യാപാര കേന്ദ്രം പണിതു. റോമൻ മാതൃകയിലുള്ള ഒരു ആംപി തിയേറ്റർ, സാധാരണ തിയേറ്റർ, യഹൂദ ഭരണസമിതിയായ സെനദ്രിൻ കൂടുന്നതിനായി മന്ദിരം എന്നിവ പണിതീർത്തു. ജെറുസലേം ദേവാലയം അതിമനോഹരമായി പുതുക്കി പണിതു. അധികാരം നിലനിർത്തുവാനായി റോമിനെ എപ്പോഴും പ്രീണിപ്പിക്കുന്ന നയമായിരുന്നു ഇയാളുടേത്. എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടം കേസറിയ തുറമുഖത്തിൻ്റെ നിർമ്മാണമായിരുന്നു. 2 ലക്ഷം ചതുരശ്ര മീറ്ററിൽ നിർമ്മിച്ച ഈ തുറമുഖ നഗരം അക്കാലത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തുറമുഖമായിരുന്നു. കടലിലേക്ക് തള്ളി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൻ്റെ സാങ്കേതിക വിദ്യ ആധുനിക കാലത്തെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയോട് കിടപിടിക്കുന്നതായിരുന്നു. അതുകൊണ്ട് മഹാനായ ഹെരോദാവ് എന്ന വിശേഷണം ഇയാൾക്ക് ലഭിച്ചു. പക്ഷേ ചെയ്ത കാര്യങ്ങളെല്ലാം സ്വന്തം സുഖത്തിനും അധികാരം നിലനിർത്താനും വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ മർക്കോസ് 8:15 ഹെരോദാവിൻ്റെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് നമ്മുടെ കർത്താവ് നമുക്ക് നൽകുന്നത്.